ദേവേട്ടാ എന്നെ പാട്ടാ ദേവേട്ട ഇത് എങ്ങനെ പാടാൻ പറ്റിയത്? എന്താ പറയാ, രണ്ട് കിങ് ഓഫ് എക്സ്പ്രഷൻ എന്ന് വേണേ സാറിനെ പറയാം. രണ്ടുപേരും ഒന്നിച്ചു നിന്ന് പാടുക, ഒന്നിച്ചുണ്ടായിരിക്കുക എന്നൊക്കെ അത് അലക്സ് പോൾ സാറിന് ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. നീ ഇവിടുത്തെ ശരിക്കും പറഞ്ഞ ഇങ്ങനത്തെ പാട്ട് പാടാൻ നിന്നെ വെല്ലാൻ ഒരാളില്ല. ഞങ്ങളുടെ എന്താ പറയാ ഒരു ജൂനിയർ MG ശ്രീകുമാറാണ് ഈ പാട്ടിന്റെ. എല്ലാം ആ ലവ്ലി പോയിന്റ് ഐശ്വര്യമാണോ? കേൾക്കുമ്പോ ലവ്ലി ഫേമസ് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ലവ്ലി വേണ്ടല്ലേ? ലവ്ലിയുടെ ജീവിതം മാറി പറഞ്ഞു. പുതിയ തപ്പിക്കൊണ്ടിരിക്കുന്നു. ലവ്ലി വേണോ? ലവ്ലി വേണം. അല്ലേ വേറെ ലവ്ലി. വെറുതെ പറയാ, അവന്റെ മനസ്സിൽ ഇപ്പോഴും ലവ്ലി ഉണ്ടെന്ന് എനിക്കും തോന്നുന്നുണ്ട്. ആണോടാ? ലവ്ലി കംപ്ലീറ്റ്. ലവ്ലിക്ക് പകരം മറ്റൊരു ലവ്ലി വന്നാ ശരിയാവോടാ? സർപ്രൈസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നു. ലവ്ലിക്ക് വിഷമം ആകാതിരിക്കാൻ ഞാൻ ഒരു കാര്യം പറയട്ടെ. ലവ്ലി നേരെ തിരിച്ചാ പറയണ. ലവ്ലിയുടെ ജീവിതം അടിപൊളി മാറി. ലവ്ലി ഭയങ്കര ഹാപ്പി ആയിട്ട് ലവ്ലി വേറെ ലെവലിലെത്തി. അതാണ് ഞാൻ നാട്ടിൽ നിന്ന് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച്. ഇവനും നന്നായി, ലവ്ലിയും നന്നായി. സത്യത്തിൽ ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടുള്ള അല്ലായിരുന്നു. ലവ്ലിക്ക് വേറെ ആളെ കിട്ടി. ആരെ കിട്ടി? സ്കൂൾ ഒരു ഫ്രണ്ടിനെ കിട്ടി. പക്ഷെ സാറില്ലടാ, എന്താ അറിയോ, ഈ പാട്ട് അസലായി അടിപൊളി 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 പാട്ട്. വോട്ടിന്റെ കൂടെ പാട്ടും അടിപൊളിയായിട്ടുണ്ട്. അതൊന്നും പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ ജഡ്ജസ് പറഞ്ഞ പോലെ ചെറിയ ചെറിയ മിസ്റ്റേക്സുകളുണ്ട്, അത് ശ്രദ്ധിക്കുക. അത് എന്തിനാ പറഞ്ഞു തരണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇനിയും ഉയർന്ന തലത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്, നല്ല ഗായകനായി മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് കേൾക്കുക, മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക. ഓൾ ദി വെരി ബെസ്റ്റ്. ലവ്ലിക്ക് പകരം അവിടെ നിഷയുണ്ട്, ചേച്ചിയുണ്ട്. എന്ത് രസമായിരുന്നു, ഭയങ്കര എനർജറ്റിക് ആയിട്ട് പാടി. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, ഒരു രക്ഷയില്ല. അടിപൊളിയായിരുന്നു. എന്തിനാണ് നെഞ്ചത്തിരിക്കുന്നത്? താങ്ക് യു പറയുന്നത്. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ലവ്ലിക്ക് അതിനുള്ള യോഗമില്ല. കൊണ്ടെടുക്കാനറിയില്ല എന്നുള്ളൂ. പക്ഷെ അല്ലേ, ബാക്കിയൊക്കെ അറിയാം ഞങ്ങൾക്ക്. അല്ല, ഞാൻ ചിലയിടത്ത് ആറ്റിറ്റ്യൂഡായിട്ടൊക്കെ പോകും. ഒന്ന് കാണിക്കപ്പോ മാറി നിൽക്കാം നമുക്ക്. ഇപ്പൊ ഒരു ഇനോഗ്രേഷന് വന്നേക്കോ. അപ്പൊ എങ്ങനെയായിരിക്കും ആറ്റിറ്റ്യൂഡ് ഇടുന്നീ? ഇനി 10:30 മുഹൂർത്തം, ഒന്ന് ഇനാഗ്രേറ്റ് ചെയ്യണം. അതെ, ഇട്ടോണ്ടിരിക്കുന്ന ഈ ആറ്റിറ്റ്യൂഡ് കഴിഞ്ഞോ? അത് പാട്ട് പാടി നല്ല കൊഴുത്തിരിക്കുന്ന സമയത്ത് ഈ ആറ്റിറ്റ്യൂഡ് വേണ്ട. ശരി, ഒരൊറ്റ ക്വസ്റ്റ്യൻ സമയം ഉണ്ടെങ്കിൽ ഒരൊറ്റ ക്വസ്റ്റ്യൻ കൂടെ. നിന്റെ മനസ്സിലുള്ള സങ്കല്പം എന്താണ്? നല്ല സ്വഭാവമായിരിക്കണം, നല്ല കണ്ണായിരിക്കണം, നല്ല മുഖമായിരിക്കണം. എല്ലാം നല്ലത്. അങ്ങനെയല്ലടാ, മറ്റൊരാളൊക്കെ കിട്ടുവാണെങ്കിൽ ഇപ്പൊ റിമി ചേച്ചിയെ പോലെ അങ്ങനെയൊക്കെ ഒരാളെ പറ. മതിയടാ. അല്ല, ഇപ്പോഴേ അണ്ണനായി, ആര്യനായി, അമ്മേക്ക്, പിന്നെ ഇവൻ. 4 പേര് കുഴപ്പമില്ല, ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാം. പുതിയ ജനറേഷൻ അല്ലേ? അതെ. എടാ ഓക്കെ, പറഞ്ഞ പോലെ ഓക്കെ. പുതിയ ഗേൾഫ്രണ്ട്. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഫെബ്രുവരി 15 ശനിയാഴ്ച ആരംഭിക്കുന്നു. ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.